നമസ്കാരം. കൊല്ലവർഷം 1201 ഇടവമാസം 19-ാം തീയതി അഥവാ 2026 ജൂൺ 2-ന് 1:50 AM വ്യാഴം മിഥുനൻ രാശിയിൽ നിന്നും തന്റെ ഉച്ചക്ഷേത്രമായ കർക്കിടകൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. വ്യാഴഗ്രഹം തന്റെ ഉച്ചരാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഓരോ കൂറിലും ജനിച്ചിട്ടുള്ളവരുടെ ശുഭഫലങ്ങൾ എന്തെല്ലാമെന്നും അത് ഓരോ വ്യക്തികൾക്കും എപ്രകാരമെല്ലാം ഫലാനുഭവങ്ങൾ ഉണ്ടാക്കും എന്നും പരിശോധിക്കാം. വ്യാഴത്തിന് മീനൻ രാശി അതിൻ്റെ സ്വക്ഷേത്രവും, ധനുരാശി മൂലക്ഷേത്രവും, കർക്കിടകൻ രാശി അതിൻ്റെ ഉച്ചക്ഷേത്രവും, മകരൻ രാശി നീചക്ഷേത്രവും ആകുന്നു. വ്യാഴത്തിന്റെ രാശിമാറ്റം കൊണ്ട് ഓരോ കൂറിലും ജനിച്ചിട്ടുള്ളവരുടെ പൊതുവായ ഫലങ്ങളെയാണ് ഇവിടെ വിശകലനം ചെയ്യുന്നത്. ഓരോ വ്യക്തികൾക്കും അവരുടെ ജാതകത്തിലെ ഗ്രഹസ്ഥിതി, ദശ, അപഹാര കാലങ്ങൾ ഇവയനുസരിച്ച് ഈ ഫലങ്ങളിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. പൊതുഫലങ്ങളാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. പ്രത്യേകമായി അവരുടെ ഫലങ്ങൾ അറിയുവാൻ ഇവിടെ കൊടുത്തിട്ടുള്ള നമ്പറിൽ വിളിക്കുകയോ വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയോ ചെയ്യുക. വ്യാഴഗ്രഹത്തിന് അത് നിൽക്കുന്ന രാശിയിൽ നിന്നും അതിൻ്റെ 5, 7, 9 എന്നീ ഭാവങ്ങളിലേക്ക് ദൃഷ്ടിയുണ്ട്. അപ്പൊ വ്യാഴത്തിന്റെ സ്ഥിതിയും അതിന്റെ ദൃഷ്ടിയും പ്രത്യേകം ഫലാനുഭവങ്ങൾ നൽകുന്നതാണ്. വ്യാഴം അതിന്റെ ഉച്ചക്ഷേത്ര സ്ഥിതി കൊണ്ട് ഏതെല്ലാം കൂറിൽ ജനിച്ചവർക്കാണ് കൂടുതൽ ശുഭഫലങ്ങൾ എന്ന് ആദ്യം പരിശോധിക്കാം. വ്യാഴത്തിന്റെ സ്വക്ഷേത്രമായ മീനക്കൂർ, മൂലക്ഷേത്രമായ ധനുക്കൂർ, ഉച്ചക്ഷേത്രമായ കർക്കിടകക്കൂർ, വ്യാഴദൃഷ്ടി വരുന്ന 5, 7, 9 ഭാവങ്ങളായ വൃശ്ചികം, മകരം, മീനം എന്നീ രാശികളിൽ ജനിച്ചിട്ടുള്ളവർക്കും വളരെയധികം അനുകൂലവും ശുഭഫലങ്ങളും ആയ ഫലങ്ങൾ ഉണ്ടാക്കുന്ന സമയമാണ് ഇത്. അടുത്തതായി ഓരോ കൂറിലും ജനിച്ചിട്ടുള്ളവരുടെ വ്യാഴമാറ്റം കൊണ്ടുണ്ടാകാവുന്ന ശുഭഫലങ്ങൾ വിശകലനം ചെയ്യാം. ആദ്യമായി വ്യാഴമാറ്റം കൊണ്ട് അതിൻ്റെ സ്വക്ഷേത്രമായ മീനക്കൂറുകാരുടെ ഫലങ്ങൾ പരിശോധിക്കാം. പൂരുരുട്ടാതി 4-ാം പാദം, ഉത്രട്ടാതി, രേവതി വരുന്ന 2.25 നക്ഷത്രങ്ങളാണ് മീനക്കൂറിൽ വരുന്നത്. മീനക്കൂറുകാർക്ക് വ്യാഴമാറ്റം വളരെ അനുകൂലമായ ഫലങ്ങളാണ് വന്നു ചേരുവാൻ പോകുന്നത്. വളരെ കാലമായി സന്താനങ്ങൾ ഇല്ലാതിരുന്നവർക്ക് സന്താന ഭാഗ്യം ഉണ്ടാകുന്ന സമയവും, മക്കളുടെ വിവാഹകാര്യം, മക്കൾക്ക് കുട്ടികളുണ്ടാകുന്നതിന് അനുകൂലമായ തീരുമാനം, കുടുംബത്തിൽ അനുകൂലമായ തീരുമാനങ്ങൾ, കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ, മനസുഖം, സന്തോഷം, തൊഴിൽ നേട്ടം, കലാ, സംഗീതം എന്നീ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരം, ആദരവ് എന്നിവ ലഭ്യമാക്കുന്നതിനും, വിദ്യാർത്ഥികൾക്ക് ഉന്നത വിജയം, വിദേശ പഠനം ഇവയ്ക്കും വളരെ അനുകൂലമായ സമയം ആകുന്നു. പലവിധ ഭാഗ്യങ്ങൾ തേടി വരുന്ന സമയമാണിത്. ദൂരയാത്രകൾ ചെയ്യുന്നതിനും തീർത്ഥയാത്രകൾക്കും പൂർവിക സ്വത്ത് ലഭിക്കുന്നതിനും ഉള്ള ഭാഗ്യം ഈ കാലങ്ങളിൽ ഉണ്ടാവാം. സാമ്പത്തിക നേട്ടം, പലവിധത്തിലുള്ള വരവുകൾ, തൊഴിൽ നേട്ടം, പുരോഗതി ഇവയും അനുഭവത്തിൽ വരാം. ടെസ്റ്റുകൾ, PSC പരീക്ഷ തുടങ്ങിയ എഴുതിയിട്ടുള്ളവർക്ക് ഉന്നത വിജയത്തിനും ജോലി ലഭിക്കുന്നതിനും വളരെ അനുകൂലമായ സമയമാകുന്നു. ജന്മശനി, 7.5 ശനി ദോഷങ്ങൾ മൂലം ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർക്ക് അവയ്ക്കെല്ലാം ശമനമുണ്ടാകുന്നതിനും വിഘ്നങ്ങൾ നീങ്ങി ശുഭഫലങ്ങൾ ലഭിക്കുന്നതിനും ഈ കാലം വളരെ അനുകൂലമാണ്. വ്യാഴമാറ്റം കൊണ്ട് മീനക്കൂറിൽ ഉൾപ്പെടുന്ന പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കുള്ള ഫലങ്ങളാണ് ഇവിടെ പ്രതിപാദിച്ചിട്ടുള്ളത്. മറ്റു കൂറുകളിൽ ജനിച്ചിട്ടുള്ളവരുടെ ഫലങ്ങൾ അടുത്ത ഭാഗങ്ങളിൽ പ്രസിദ്ധീകരിക്കുന്നതിനാണ്. ശുഭഫല പ്രാപ്തിക്കായി ഈശ്വരപ്രീതി വരുത്തുകയും ഈ ശുഭഫലങ്ങളെ അനുകൂലമാക്കുവാൻ എല്ലാവരും ശ്രമിക്കുക. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ. നമസ്കാരം.